സംഭവിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ പത്തനംതിട്ടയിലെ വീട്ടിലേക്ക് യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധമുണ്ടാവുകയാണ്. അതുമായി ബന്ധപ്പെട്ട ദൃശ്യങ്ങൾ കൂടി പ്രേക്ഷകരുടെ മുന്നിലേക്ക് വരും. പത്തനംതിട്ടയിലെ വീട്ടിലേക്ക് പ്രതിഷേധമുണ്ടാവുകയാണ്. സംസ്ഥാന വ്യാപകമായ പ്രതിഷേധങ്ങൾ ഉണ്ടാകുന്നതിന്റെ പശ്ചാത്തലത്തിൽ പോലീസിന്റെ വലിയ വിന്യാസം മന്ത്രിയുടെ വീട് കേന്ദ്രീകരിച്ചുണ്ട് എന്നുള്ളതാണ്. അതാ ഇപ്പോൾ പോലീസും പ്രവർത്തകരും തമ്മിൽ ഏറെക്കുറെ കയ്യാങ്കളി ഉണ്ടാകുന്ന സാഹചര്യം, ബലപ്രയോഗം ഉണ്ടാകുന്ന സാഹചര്യമുണ്ട്. സംഘർഷപരമായ സാഹചര്യമാണ് അവിടെയുള്ളത്. പ്രവീൺ പുരുഷോത്തമൻ സംഭവ സ്ഥലത്ത് നിന്ന് നമ്മളോടൊപ്പമുണ്ട്. പ്രവീൺ, വലിയ പ്രതിഷേധമാണോ ഉണ്ടാകുന്നത്? ഈ സമരക്കാരെ നിയന്ത്രിക്കാൻ ഉതകുന്ന തരത്തിലുള്ള പോലീസ് വിന്യാസം ഉണ്ടായിട്ടുണ്ടോ? മധു, ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ പത്തനംതിട്ട ചന്ദനപ്പള്ളിയിലെ വീടിന് സമീപത്തേക്കാണ് അല്പസമയം മുമ്പ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധവുമായി എത്തിയത്. കനത്ത പോലീസ് കാവൽ ഈ ആരോഗ്യമന്ത്രിയുടെ വീട്ടിലേക്ക് പോകുന്ന ഈ പ്രധാനപ്പെട്ട പാതയിൽ ഉണ്ടായിരുന്നു. പോലീസ് ഇവിടെ 1 മണിക്കൂർ മുമ്പ് തന്നെ ഇവിടെ എത്തിയിരുന്നു. അതിനുശേഷം കാറിലെത്തിയ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പെട്ടെന്ന് ഈ പാതയിൽ കൂടി പോലീസിന്റെ കണ്ണ് വെട്ടിച്ച് പോകാൻ ശ്രമിക്കുകയായിരുന്നു. പോലീസ് ഉടൻ തന്നെ, വനിതാ പോലീസ് ഉൾപ്പെടെയുള്ളവരുണ്ടായിരുന്നു. പോലീസ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ തടഞ്ഞു. യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് വിജയ് ഇന്ദുചൂഡിന്റെ നേതൃത്വത്തിലെത്തിയ സംഘമാണ്, യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരാണ് ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ വീട്ടിലേക്ക് പോകാൻ ശ്രമിച്ചത്. പക്ഷേ അത് ഈ റോഡിന്റെ പ്രധാനപ്പെട്ട ഭാഗത്ത് വെച്ച് തന്നെ പോലീസ് തടഞ്ഞു. പിന്നീട് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും പോലീസും തമ്മിൽ വാക്കേറ്റമുണ്ടായി. പോലീസ് ബലം പ്രയോഗിച്ച് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ പോലീസ് വാഹനത്തിനുള്ളിലേക്ക് കയറ്റുകയായിരുന്നു. ഈ സമയം ഡിവൈഎഫ്ഐ പ്രവർത്തകരും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ പ്രതിരോധിക്കുന്നതിനായി എത്തി. ഡിവൈഎഫ്ഐ പ്രവർത്തകരും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും തമ്മിൽ വാക്കേറ്റമുണ്ടായി. യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് വിജയ് ഇന്ദുചൂടൻ ഡിവൈഎഫ്ഐ പ്രവർത്തകരുമായി തർക്കിച്ചു. പ്രധാനമായും ആരോഗ്യവകുപ്പിന്റെ പോരായ്മകൾ, കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായിട്ടുള്ള ചില വിമർശനങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ പ്രസിഡന്റ് വിമർശിച്ചു. അതിന് മറുപടിയും ഡിവൈഎഫ്ഐ നേതൃത്വം നൽകി. ഒരുപക്ഷെ ഡിവൈഎഫ്ഐ പ്രവർത്തകരും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും തമ്മിൽ നേർക്കുനേർ ഒരു സംഘർഷത്തിലേക്ക് പോകാനുള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ പോലീസ് ഇടപെട്ട് അത് തടയുകയായിരുന്നു. 2 കൂട്ടരെയും 2 ഭാഗങ്ങളിലേക്കായി മാറ്റി. അതിനുശേഷം യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവരെ ബലം പ്രയോഗിച്ച് തന്നെ പോലീസ് വാഹനത്തിലേക്ക് കയറ്റി. അവരെ ഇപ്പോൾ ഈ ഭാഗത്തു നിന്നും ഇവിടെ നിന്നും മാറ്റിയിട്ടുണ്ട്. പ്രവീൺ പുരുഷോത്തമനാണ് അവിടെ നിന്ന് വിവരങ്ങൾ നൽകുന്നത്. നമുക്ക് സ്ക്രീനിൽ കാണാം കൃത്യമായി എത്രത്തോളം വലിയ ബലപ്രയോഗമാണ് ഉണ്ടായിട്ടുള്ളത് എന്ന്. യൂത്ത് കോൺഗ്രസിന്റെ പത്തനംതിട്ടയിലെ നേതാക്കൾ വിജയ് ഇന്ദുചൂടൻ അടക്കമുള്ളവരെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നുണ്ട്. പോലീസ് വിന്യാസം ഉണ്ടായിരുന്നു. 1 മണിക്കൂർ മുമ്പ് തന്നെ ഈ പ്രതിഷേധക്കാരെത്തുന്നതിന് 1 മണിക്കൂർ മുൻപ് തന്നെ അവിടെ പോലീസ് സന്നാഹമുണ്ടായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും ആശ്വാസകരമായ കാര്യം. ശരിയാണ്, രാഷ്ട്രീയ കാര്യങ്ങളിൽ പ്രതിഷേധമുണ്ടാകും, തീർച്ചയായും സമരങ്ങൾ ഉണ്ടാകും, വലിയ കോലാഹലങ്ങളൊക്കെ ഉണ്ടാകും. പക്ഷേ അപ്പോഴും ഓർക്കേണ്ട ഒരു കാര്യം, വീട് എന്ന് പറയുന്നത് മനുഷ്യന്റെ വളരെ പ്രൈവറ്റായ ഇടമാണ്. എല്ലാവർക്കും ഉത്തരവാദിത്തങ്ങളും എല്ലാവർക്കും ജോലിയും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ഉത്തരവാദിത്തങ്ങളും ഒക്കെ ഉണ്ട്. ശരിയാണ്, ഒരു പൊതുപ്രവർത്തക എന്ന് പറയുമ്പോൾ 24 മണിക്കൂറും പൊതുപ്രവർത്തക തന്നെയാകണം എന്നുള്ളത് ഒക്കെ തന്നെയാണ് നമ്മളൊക്കെ വിചാരിക്കുന്നത്. പക്ഷെ വീട് എന്ന് പറയുന്നത് കുറച്ചുകൂടി പ്രൈവറ്റായ ഇടമാണ്. അവിടേക്ക് കടന്നു ചെല്ലുക, അവിടേക്ക് വലിയ അട്ടഹാസങ്ങളുമായി ചെല്ലുക എന്ന് പറയുന്നത് അത്ര ശരിയായ രാഷ്ട്രീയ പ്രവർത്തനമാണോ എന്നത് സംബന്ധിച്ച തർക്കങ്ങളുണ്ട് നമുക്ക് എല്ലാവർക്കും. ഒരുപക്ഷെ അത്തരത്തിലുള്ള ഇടങ്ങൾ ഒക്കെ വേണ്ടതാണ് എന്നുള്ളത് ഏറ്റവും പ്രധാനമാണ്. മനുഷ്യരുടെ സ്വകാര്യതയെ കൂടി മാനിക്കേണ്ടതുണ്ട് എന്നുള്ളത്. ഔദ്യോഗിക വസതി ഒരുപക്ഷെ അതുപോലെയല്ല എന്നുള്ളത് വേണമെങ്കിൽ അവിടേക്കൊക്കെ പ്രതിഷേധങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട്. പത്തനംതിട്ടയിലെ സ്വന്തം വീട്ടിലേക്കാണ്, ആരോഗ്യമന്ത്രിയുടെ വീട്ടിലേക്കാണ് ഈ പ്രതിഷേധം ഉണ്ടാകുന്നത്. പത്തനംതിട്ടയിലെ യൂത്ത് കോൺഗ്രസ് നേതാക്കളൊക്കെ ഉണ്ട്. കേരളം വലിയ തോതിൽ ചർച്ച ചെയ്ത വിഷയമാണ്. സ്വാഭാവികമായും പ്രതിഷേധവും അതിന് അനുപാതമായി തന്നെ ആയിരിക്കും എന്നുള്ളതും ഉണ്ട്. പക്ഷെ പറഞ്ഞു പോകണമല്ലോ ചില കാര്യങ്ങൾ. എന്തുകൊണ്ടാണ് ഇത്രയധികം പ്രതിഷേധങ്ങൾ ഉണ്ടാകുന്നത് എന്നത് സംബന്ധിച്ചും ആലോചിക്കേണ്ടതുണ്ട്. നമ്മൾ കൊട്ടിഘോഷിക്കുന്ന ഒന്നാണ് കേരള മോഡൽ ആരോഗ്യ മേഖല. നാണക്കേടായി അത് മാറുന്ന വീഴ്ചാ പരമ്പരയാണ് സമീപകാലത്തുണ്ടായത് എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം. ഒന്നിന് പിന്നാലെ ഒന്നായി വന്ന പിഴവുകളിൽ അന്വേഷണവും നടപടിയും ഒന്നും ഇല്ല. എല്ലാം പ്രഹസനമായി മാറുകയാണ് എന്നുള്ളതാണ് ഏറ്റവും വലിയ ആക്ഷേപം. ഒരു കാര്യം നമുക്ക് ഉറപ്പിച്ചു പറയാം,